ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. പോർട്ട്ഫോളിയോ റീബാലൻസിങ്ങിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ വീഡിയോയും രണ്ടാമത്തെ വീഡിയോയും കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക, എന്നാൽ മാത്രമേ കാര്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതിൽ കുറച്ച് നല്ല ETF-കളും പറയുന്നുണ്ടായിരുന്നു. അതായത് ഏതൊരു അവസ്ഥയിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ETF-കൾ. മൊത്തത്തിലത് 4, 1, 5 ETF നമ്മൾ ആ വീഡിയോ സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1ഉം 2ഉം വീഡിയോയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയോട് കൂടി ഈ ഒരു സീരീസ് കഴിയുകയാണ്. കാരണം നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് നമ്മൾ നേടി. അപ്പോൾ നമ്മൾ നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തി. അതെന്താണെന്ന് ഞാനിവിടെ വളരെ വിശദമായിട്ട് പറയുന്നില്ല, കാരണം ആ വീഡിയോകളിൽ ഞാനത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ലോസിലുള്ള പോർട്ട്ഫോളിയോ പ്രോഫിറ്റിലേക്കാക്കുക. വേണമെങ്കിൽ പോർട്ട്ഫോളിയോ മൊത്തത്തിൽ എല്ലാ സ്റ്റോക്കുകളും പച്ച കത്തിക്കുക. എല്ലാ സ്റ്റോക്കുകളും പച്ച കത്തിച്ച് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അതിൽ ഒന്നാമത്തെ ലക്ഷ്യം നമ്മൾ സാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ലൈവ് മാർക്കറ്റാണ്, പ്രോഫിറ്റ് റൺ ചെയ്യുന്നത് കാണാം. ഓവറോൾ ഗെയിൻ എന്ന് പറയും 4500 രൂപയാണ്. അതായത് 10000 രൂപയോളം ലോസിലുണ്ടായിരുന്ന പോർട്ട്ഫോളിയോ ഇപ്പോൾ 4500 രൂപ പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും മുടക്കിയിട്ടില്ല, മറിച്ച് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്ത്. അങ്ങനെ ചെയ്ത് നമ്മൾ അതിൽ നിന്ന് തന്നെ ക്യാഷ് ഫ്രീ ആക്കുകയും അത് ഉപയോഗിച്ചിട്ട് സ്റ്റോക്കുകൾ വാങ്ങുകയും ETF-കൾ വാങ്ങുകയുമാണ് ചെയ്തത്. ഞാൻ 5 ETF-കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ 2 ETF-കൾ മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അതിലൊരു ETF ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഭാഗത്ത് കൂട്ടിയിട്ടില്ല, കാരണം അതുകൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതല്ല ലാഭം. ഇനിയിപ്പോൾ ഈ പോർട്ട്ഫോളിയോ മൊത്തം വിറ്റാലും നമുക്ക് ഈ 4600 രൂപ, അതായത് ഇതിൻ്റെ ചിലവ് കഴിഞ്ഞിട്ടുള്ള ഈ 4600 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സീരീസ് വളരെ സക്സസ്ഫുള്ളായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചതിനെ കഴിഞ്ഞ സ്പീഡിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അതിനെ ഒരു പരിധി വരെ സഹായിച്ചത് നമ്മുടെ മാർക്കറ്റാണ്. മാർക്കറ്റ് അത്ര വലിയ ബീറിഷോ കാര്യങ്ങളോ അല്ലായിരുന്നു, മാത്രമല്ല ബുള്ളിഷായിരുന്നു, പിന്നെ ഒരു സൈഡ് വേസ് അങ്ങനെയൊക്കെയുള്ള കളികളായിരുന്നു. പക്ഷേ ഈയിടെ ഞാനൊരു സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, BBL എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ 3500 രൂപയോളം പ്രോഫിറ്റിൽ 12% പ്രോഫിറ്റിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഇതുപോലെ പല സ്റ്റോക്കുകളും മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ മേടിച്ചിരിക്കുന്നത്, ഈ ഒരു അക്കൗണ്ടിൽ BBL ആണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതും നമ്മളെ സഹായിച്ചു. ഇപ്പോൾ 4700 രൂപ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് BBL ആണ്. പക്ഷേ അതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഹാളുണ്ട്, HAL ഉണ്ട്. അത് 4700 രൂപയോളം പ്രോഫിറ്റിൽ 40% പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ നേരത്തെ മേടിച്ചാണ്. എന്നാൽ BBL നമ്മൾ ഈ അടുത്ത് മേടിച്ചാണ്. മേടിച്ചതിന് ശേഷം അത് പറന്ന് കയറുകയും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് വരികയും ചെയ്തു. ഇനി ലോസിലുള്ള സ്റ്റോക്ക് റൊസാരി പഴയ പോലെ തന്നെ 5000 രൂപ ലോസിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ ഈ റൊസാരി എനിക്ക് കംപ്ലീറ്റ് ഇപ്പോൾ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗംഗാ ഫോർജ് 2264 രൂപ ലോസിൽ കിടപ്പുണ്ട്. ഇതും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ സാധിക്കും. ഒരു കണ്ണ് കിട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിപ്പോൾ ഒഴിവാക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒഴിവാക്കിയാൽ ഈ പറയുന്ന പോലെ 4600 രൂപ തന്നെ പ്രോഫിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായ പ്രോഫിറ്റുള്ള സ്റ്റോക്കുകൾ വിറ്റാലും മതി. ഇപ്പോൾ റൊസാരിയിൽ 5059 രൂപ ലോസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് ഈ BBL വിൽക്കാം, ഇപ്പോൾ 3500 രൂപ കിട്ടും. പിന്നീട് നമുക്ക് ജെൻസോളോ അതൊരു 914 രൂപ കിട്ടും. അതല്ലെങ്കിൽ മൊവാല്യൂ, ഇതൊരു ETF ആണ്. ഇത് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചതാണ്. ETF മേടിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞതാണ്. ഇതിൽ ഏകദേശം 1000 രൂപയോളം പ്രോഫിറ്റ് ഉണ്ട്. അപ്പം ഇത് വിൽക്കാം, അല്ലെങ്കിൽ തേക വിൽക്കാം, അതിന് 1100 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഇങ്ങനെ ഇതിൽ 1-2 സ്ക്രിപ്റ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ ഈ റൊസാരിയുടെ ലോസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ആ ഘട്ടത്തിലേക്ക് പോകുന്നില്ല, പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും വിറ്റേക്കാം. പക്ഷേ ഓൾറെഡി ആ ഒരു സംഭവം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ മൊത്തത്തിൽ പച്ച കത്തിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇന്ന് ഇച്ചിരി സമയക്കുറവുള്ളത് കൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓൾറെഡി ഇവിടെ പ്രോഫിറ്റുള്ളത് കിടപ്പുണ്ട്. അതിനുശേഷം നല്ല നല്ല സ്റ്റോക്കുകൾ വാങ്ങുക. അതിനെന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ETF-കൾ വാങ്ങിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് പോർട്ട്ഫോളിയോ റീബാലൻസിങ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി. ഇത് നിർബന്ധമായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടമാണ്, വേണോ വേണ്ടയോ എന്നുള്ളത്, പക്ഷേ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ ഒരു പച്ച കത്തിച്ച് നമുക്ക് നിർത്താനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാർക്കറ്റ് ഒരു ഹൈയിൽ നിൽക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ മാർക്കറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് താഴേക്ക് പോകുമ്പോഴല്ല ചെയ്യേണ്ടത്. ഹൈയിൽ നിൽക്കുമ്പോൾ സ്ട്രെങ്ത്ത് കാണിക്കുന്ന സ്റ്റോക്കുകൾ, ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെയൊക്കെ താഴേക്ക് പോയാലും അത് എപ്പോഴെങ്കിലും ഹൈയിലേക്ക് പോകില്ലേ, ആ സമയത്ത് ഈ പ്രോസസ്സ് ചെയ്യുക, നല്ല പച്ച കത്തിച്ച് നിർത്തുക. അതുപോലെ തന്നെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക, ലോങ് ടൈമിലേക്ക് കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങി വെക്കാം. ഇതെല്ലാം ചെയ്യാം കേട്ടോ.
അപ്പോൾ നമുക്ക് P&L വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നെറ്റ് P&L 45,000 സംതിങ് രൂപ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഓരോ മാസത്തെയും പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു വർഷത്തെയാണ് കേട്ടോ ഈ P&L വന്നിരിക്കുന്നത്, ഒരു വർഷത്തെ. ഇപ്പോൾ ജൂൺ മാസം, അതായത് ഈ വർഷം ജൂൺ മാസം, അതായത് ഈ വീഡിയോ ചെയ്യുന്ന ഈ മാസം. അപ്പോൾ ഇത് ഇന്നിപ്പോൾ എത്രയാണ്, 18-ാം തീയതി. അപ്പോൾ ഈ മാസം നമ്മൾ 2,794 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക ആയിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ 3,300 രൂപ 300 സംതിങ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഏപ്രിലും ഒരു പ്രോഫിറ്റ്, മാർച്ചിലും പ്രോഫിറ്റ്, എല്ലാം പ്രോഫിറ്റാണ്. ഇതെല്ലാം പ്രോഫിറ്റാണ്, പോർട്ട്ഫോളിയോയും പ്രോഫിറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓരോ ട്രേഡുകൾ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാം. അതേപോലെ ലോങ് ടൈമിലേക്കുള്ള സ്റ്റോക്കുകൾ ബൈ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം. അത് പ്രത്യേക സ്ട്രാറ്റജി പ്രകാരം ആ പോർട്ട്ഫോളിയോ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശമായിരുന്നു നമ്മുടെ ഈ വീഡിയോ സീരീസിനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഈ സീരീസ് ഇനി വീണ്ടും വേറെ ഒരു പോർട്ട്ഫോളിയോയിൽ, ഇനി എൻ്റെ വേറെ ഒരു പോർട്ട്ഫോളിയോ പോയിട്ട് ലോസിലുള്ള പോർട്ട്ഫോളിയോ ഇട്ടോ നോക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ ചെയ്യാം. ഏതോ ഒരു പോർട്ട്ഫോളിയോ ലോസിലായിരുന്നു. ഞാൻ ഓൾറെഡി നല്ല 2 സ്റ്റോക്കുകൾ അധികം മേടിച്ചിട്ടുണ്ട്. അത് കയറിയിട്ടുണ്ടോ എന്ന് നോക്കണം. അത് കയറാനുള്ള സർവ്വസാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അങ്ങനെ കയറിപ്പോയാൽ അതും കഴിഞ്ഞു. നമുക്ക് വേറെ പോർട്ട്ഫോളിയോകൾ പിന്നെ അധികം ലോസിലുള്ള പോർട്ട്ഫോളിയോകളില്ല. 4-5 ബ്രോക്കിംഗ് ഫേമിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ ബാക്കിയെല്ലാം തന്നെ നല്ല രീതിയിലാണ് പോകുന്നത്. ഇതാണ് ഒന്ന് പ്രശ്നമായിട്ട് കിടന്ന്. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കിയത് ഓൾറെഡി കാണിച്ചു തന്നു. അപ്പോൾ ഇതുപോലെ ചെയ്യുക കേട്ടോ. ഇതുപോലെ കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ കോഴ്സിനെ പറ്റി പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ബാച്ച് നമ്മൾ അഡ്മിഷൻ സ്റ്റോപ്പ് ചെയ്തു. അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം അവരെ ഇതെല്ലാം ഒന്ന് പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പം 2 ബാച്ചൊന്നും ഒരുമിച്ച് നടത്താനുള്ള ഒരു ഫ്രീ ടൈം ഇല്ല. അതുകൊണ്ട് ഇത് ഒതുങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിനി അടുത്ത ബാച്ച് നടത്തുകയുള്ളൂ. ചിലപ്പോൾ ഒരു 3 മാസമോ 4 മാസമോ പിടിച്ചേക്കാം. ചിലപ്പോൾ അത് അടുത്ത മാസം ലാസ്റ്റോ വല്ലോ തുടങ്ങിയേക്കാം. അപ്പോൾ ഒരു കറക്റ്റായിട്ടൊരു ഡേറ്റ് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഈ ബാച്ച് പോയി അതൊരു സേഫ് ലാൻഡിങ് എത്തിയതിന് ശേഷം അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ അവരത് പ്രാക്ടീസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിർവാഹമുള്ളൂ. പലരും ചോദിച്ചായിരുന്നു എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ചിലപ്പോൾ 3-4 മാസം കഴിഞ്ഞായിരിക്കാം, ചിലപ്പോൾ അടുത്ത മാസം ലാസ്റ്റും ആവാം. അപ്പം ഞാനൊന്ന് ഫ്രീ ആയതിനു ശേഷമേ അത് നടത്തുന്നുള്ളൂ. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പ്രോസസ്സ് തീർന്നു. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കിടക്കുന്ന സ്റ്റോക്കുകൾ കണ്ടു കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് മ്യൂച്വൽ ഫണ്ടും കൂടെ കേട്ടോ, മ്യൂച്വൽ ഫണ്ട് കൂടി നമുക്ക് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ പിന്നെ അധികം പണിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ മ്യൂച്വൽ ഫണ്ട് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാത്രമല്ല ഇത്രയും പ്രോസസ്സ് ചെയ്ത് പോർട്ട്ഫോളിയോയും ഹെൽത്തിയായി, എന്നിട്ടും ക്യാപിറ്റൽ 78,000 രൂപ ബാലൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിന് സ്റ്റോക്കുകളോ മ്യൂച്വൽ ഫണ്ടുകളോ ETF-കളോ നമുക്ക് വാങ്ങാം. ഈ ക്യാഷ് ഇവിടെ ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ മറ്റ് സ്റ്റോക്കുകൾ വിൽക്കാതിരിക്കുന്നത്. അതായത് ലോസിലുള്ള സ്റ്റോക്കുകൾ വിൽക്കാതിരിക്കുക. അപ്പോൾ വിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഫണ്ട് ഇല്ലെങ്കിലാണ് അത് വിൽക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫണ്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റോക്ക് വാങ്ങുന്നത്, സ്റ്റോക്കാണെങ്കിൽ 25,000 രൂപയ്ക്കും ETF 25-ന് തന്നെ, അങ്ങനെയാണ് വാങ്ങുക. അങ്ങനെ ആകുമ്പോൾ എനിക്ക് 3 സ്ക്രിപ്റ്റുകൾ വാങ്ങാനുള്ള പൈസയുണ്ട്. അപ്പോൾ ഈ 3 എണ്ണവും വാങ്ങി അതിൻ്റെ ഒരു ഹെൽത്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ ലോസിലുള്ളത് വിൽക്കണം. ലോസിലുള്ളത് വിറ്റ് നമുക്ക് ഫണ്ട് ഫ്രീ ആക്കണം. അപ്പോൾ ലോസിലും പ്രോഫിറ്റും ഉള്ളതായിരിക്കും നമ്മൾ വിൽക്കുക. ആ ഒരു പ്രോസസ്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുള്ളത് കൊണ്ടാണ് നിലവിൽ ഈ വീഡിയോയിൽ നമ്മളൊന്നും ചെയ്യാത്തത്. നിലവിൽ 1-2 സ്ക്രിപ്റ്റുകൾ വാങ്ങും. അതിന് ശേഷം മൊത്തത്തിൽ നോക്കിയിട്ടായിരിക്കും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ മ്യൂച്വൽ ഫണ്ടും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം നമുക്കിവിടെ മ്യൂച്വൽ ഫണ്ട് അത്യാവശ്യം നല്ല ലാഭത്തിൽ പോകുന്നുണ്ട്. ഇത് ഓൾറെഡി നിങ്ങളെ കാണിച്ചതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് അധികം മ്യൂച്വൽ ഫണ്ടുകൾ ഈ ഒരു അക്കൗണ്ടിലില്ല, എന്നാൽ വേറെ അക്കൗണ്ടിലുണ്ട് താനും. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 1.31 1.32 കൂട്ടോ, 1,32,000. ഇപ്പോൾ അത് 1.47 ആയിട്ടുണ്ട്. 15,000 സംതിങ് പ്രോഫിറ്റ്. അതിൽ ഏകദേശം ഒരു 12% അടുപ്പിച്ച്. ഇത് അധികമായിട്ടില്ല കേട്ടോ ഈ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ടാറ്റയുടെ നിഫ്റ്റി ഓട്ടോ ETF, ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തു, ലൈവ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണിച്ചതുമാണ്. 25,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അത് ഈ അടുത്ത് ചെയ്തതാണിത്. എനിക്ക് തോന്നുന്നു 2 മാസം ആയിട്ടില്ല എന്ന് തോന്നുന്നു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്. നമ്മൾ വീഡിയോ ചെയ്തിട്ടും അത്ര ആയിട്ടില്ല. നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതുപോലെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഒരു NFO അവൈലബിൾ ആണ്. 10 രൂപയ്ക്ക് ഒരു NFO അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് ചെയ്തോളൂ. എനിക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ഉണ്ട്. നമ്മൾ പണ്ട് അതുപോലുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്തതാണ്. അപ്പോൾ 100% മുകളിലാണ് അതിൻ്റെ പ്രോഫിറ്റ് നിൽക്കുന്നത്. ഇപ്പം നിഫ്റ്റി ഓട്ടോയിൻ്റെ ഇതിൻ്റെ വീഡിയോ ചെയ്തതാണിത്. ചെറിയ സമയം കൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റ് നിൽക്കുന്നുണ്ട്. ഇനി വരുന്ന മ്യൂച്വൽ ഫണ്ടും നല്ല രീതിയിൽ കയറാൻ സാധ്യതയുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ വീണ്ടും കാണാം.
പോർട്ട്ഫോളിയോ റീബാലൻസിങ് അധികം ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങളുടെ ലൈക്കും കാര്യങ്ങളും കുറവാണ്, എനിക്കത് മനസ്സിലായി. പക്ഷേ ഞാനത് പറഞ്ഞിരുന്നു, അതിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ സീരീസ് കംപ്ലീറ്റ് ചെയ്തു. ഞാനത് പകുതി വഴിക്ക് ഇട്ടില്ല. ഇനി നമുക്ക് ഒന്ന് ആലോചിച്ചിട്ട് വേണമെങ്കിൽ വേറെ ഒരു അക്കൗണ്ടിലൊക്കെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതിന് ഒരുപാട് പഠനം ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ അറിയില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ മാർക്കറ്റിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ റിസ്ക്കുകളുണ്ട്. പക്ഷേ നമ്മളത് നന്നായിട്ട് പഠിച്ചും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു റിസ്ക് മാർക്കറ്റിൽ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. നന്നായിട്ട് അറിയുന്നവർക്ക് നല്ല രീതിയിൽ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അറിയില്ലാത്തവർക്കാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കുക. അപ്പം നിങ്ങൾ എന്തെങ്കിലും ബുക്കുകളോ കാര്യങ്ങളോ ഒക്കെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. യൂട്യൂബ് വീഡിയോനെ കണ്ണടച്ച് നമ്പേണ്ടതില്ല. അത് ഞാൻ പൊതുവേ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പലരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് അതിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ ഇങ്ങനെ കാല് പിടിച്ചിട്ട് ലൈക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറേ പേരൊക്കെ ചെയ്യും, കുറേ പേര് ചെയ്യില്ല. അപ്പോൾ ഇനിയുള്ള ഭാഗം ഇനിയിപ്പോൾ നിങ്ങൾ കാണണമെന്നില്ല. നമ്മുടെ കണ്ടൻറ്റ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയൊരു പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറയുകയാണ്, ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് കണ്ണടച്ച് വിശ്വസിക്കരുത്. ന്യൂസിൽ കാണുന്ന സ്റ്റോക്കുകൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. ന്യൂസിൽ വരുന്ന റെക്കമെൻഡേഷൻസ് കാര്യങ്ങളും അതും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. അങ്ങനെയൊന്നും അല്ല നമ്മൾ സ്റ്റോക്ക് എടുക്കേണ്ടത്. നമ്മൾ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ETF ഒന്നും അങ്ങനെയല്ല എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക. വേണമെങ്കിൽ ചെയ്തോളൂ, നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്കും കൂടെ ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്യുക കേട്ടോ. കാരണം ഇതിലാണ് ആളുകൾ ട്രാപ്പിലാകുന്നത്. ഇത് ട്രാപ്പിലാക്കാൻ തന്നെ എന്തൊക്കെയോ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമ്മുടെ മീഡിയ ആകാം, അല്ലെങ്കിൽ മറ്റുള്ള വലിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, വലിയ അങ്ങനെയുള്ളവരും ഉണ്ടാകാം, ഇല്ലാത്തവരും ഉണ്ടാകാം. എന്തായാലും അങ്ങനെയൊക്കെ ഉള്ളവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനെ ട്രാപ്പിലാക്കാൻ പല പരിപാടികളും ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയല്ല സ്റ്റോക്ക് എടുക്കുന്നത്. ഞാനത് വളരെയധികം സ്റ്റഡിയും കാര്യങ്ങളും ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അതിലും തെറ്റ് പറ്റാറുണ്ട്. പക്ഷേ മെജോറിറ്റി നമുക്ക് അത് നല്ലൊരു സക്സസ്സിലേക്കാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ തെറ്റ് പറ്റിയത് നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് തെറ്റ് പറ്റിയിരുന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം എന്നാ, റൊസാരി എനിക്ക് തെറ്റ് പറ്റിയതാണ്, എനിക്ക് ഗംഗാ ഫോർജ് എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഓക്കെ. പിന്നെ ഒരു JB കെമിക്കൽ ആൻഡ് ഫാർമയുണ്ട്, കുറച്ച് നാളായി ഹോൾഡ് ചെയ്യുന്നു. ഇവനെ ഞാൻ തട്ടും, കുറച്ചായി. ഓക്കെ. അപ്പോൾ ചാർട്ടുകൾ ഇപ്പം ഒരു സുഖമില്ലാതെ വരികയാണ്. എന്നാൽ HAL ആണെങ്കിലും BBL ആണെങ്കിലും അതൊന്നും വലിയ കുഴപ്പമില്ല. ജൻസോളും വലിയൊരു പ്രശ്നത്തിലല്ല നിൽക്കുന്നത്. ജൻസോളും ഒക്കെ കുഴപ്പമില്ല. തേകയാണെങ്കിൽ വീണ്ടും അത് അങ്ങനെ കയറി 10-12% ലാഭത്തിലാണ്. മൊബൈൽ പിന്നെ ETF ആണ്, പേടിക്കേണ്ട കാര്യമില്ല, അവിടെ കിടന്നോളും, നോ ഇഷ്യൂ. അപ്പം നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഹെൽത്ത് നോക്കിയിട്ടാണ് ETF-ൻ്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ കൂട്ടുന്നത്. പിന്നെ വലിയ ഫണ്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് ETF-ൽ ഇടുന്നതൊക്കെ പോർട്ട്ഫോളിയോയുടെ ഒരു ഹെൽത്ത് നോക്കിയിട്ടാണ്. അപ്പോൾ ഇത് ഓവറോൾ ഗെയിനിൽ 4600 രൂപയോളം ഗെയിനിൽ നിൽക്കുന്നത് കൊണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് ആക്ഷൻസ് ചെയ്യാനില്ല. മാത്രമല്ല നമുക്ക് ഫ്രീ ക്യാഷ് ഉണ്ട് താനും. ഇനി പുതിയൊരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്ത് ആ ക്യാഷ് ഉപയോഗിച്ച് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ ETF-കൾ വാങ്ങാം. അപ്പോൾ അതിലൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മളിത് റീബാലൻസ്, ഇനിയും ഈ ലോസിലുള്ള സാധനങ്ങൾ വിൽക്കും, പ്രോഫിറ്റുള്ള വിറ്റ് അത് മാനേജ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും ഇനിയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മളിനി കാണുന്നത് മ്യൂച്വൽ ഫണ്ട് വീഡിയോയിലാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ അടുത്ത വീഡിയോ മിസ്സാകും, നോട്ടിഫിക്കേഷൻ വരില്ല. ലൈക്ക് ചെയ്തവർക്ക് വരുന്നില്ല, പിന്നെയാണ് ലൈക്ക് ചെയ്തവർക്ക് പിന്നെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പം പിന്നെ ബെല്ലൈക്കണിൽ എന്തോ ഓൾ എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്, അപ്പോൾ അതൊന്ന് ഞെക്കിയേക്കുക, അത് എനേബിൾ ചെയ്ത് വെക്കുക. പലരും അങ്ങനെ പറയുന്നുണ്ട്, വീഡിയോ കണ്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. കാരണം യൂട്യൂബ് തന്നെ വിചാരിക്കണം നോട്ടിഫിക്കേഷൻസ് വരണമെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.